കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ f of x equal to mod x എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അല്ലേ, f of x equal to mod x ഇൻ ദ ഇൻ്റർവൽ -π, എന്നുള്ള ഇൻ്റർവെല്ലിൽ ചെയ്യാനാണ് നമ്മൾ പഠിച്ചത്. ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഈവൻ ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് പ്രോബ്ലം ചെയ്തത്. അപ്പോൾ അന്നേരം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അത് ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് mod x, mod sin x, mod cos x ചോദിച്ചാൽ ഈവൻ ഫംഗ്ഷൻ ആണ് ഡയറക്റ്റായിട്ട് അങ്ങ് എഴുതിക്കൊള്ളാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, mod x, mod sin x, mod cos x. അപ്പോൾ ഇന്ന് അതിൽ രണ്ടാമത് പറഞ്ഞ mod sin x-ൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻ്റർവൽ -π, തന്നെയാണ്. പിന്നെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം പറയട്ടെ. f of x equal to mod sin x എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഫൈൻ ഫൊറിയർ സീരീസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫൊറിയർ സീരീസ് എന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം പീരീഡ് എഴുതും അല്ലേ. പീരീഡ് is equal to π minus of -π എന്ന് പറയുമ്പോഴേക്കും 2π അല്ലേ. π minus of -π ആണ് 2π എന്ന് വന്നത്. അപ്പോൾ 2m equal to 2π എന്ന് ഇക്വേറ്റ് ചെയ്യും, m equal to π എന്ന് കിട്ടി. അത് നമ്മളങ്ങ് ഒരു ബോക്സിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചു, m is equal to π ന്. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം, എങ്കിലും ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യുമ്പോഴാണ് mod sin x എന്നാണുള്ളത്. അപ്പോൾ f of x equal to mod sin x ചെക്ക് ചെയ്യാണ്ട് തന്നെ നമുക്ക് എഴുതാം f of x equal to mod sin x is an even function. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് വേണമെങ്കിൽ എക്സിന് മൈനസ് കൊടുത്താൽ മോഡുലസ് ഓഫ് മൈനസ് സൈൻ എക്സ്, അതായത് സൈൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. മോഡുലസിനകത്ത് മൈനസ് വന്നാലും മോഡ് എന്നുള്ള വാല്യൂ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് ഈവൻ ഫംഗ്ഷൻ ആലോചിക്കാം. ആക്ച്വലി അതങ്ങനെ അല്ല പറയേണ്ടത്, സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അത് ചെക്ക് ചെയ്യാനുള്ളത്. പക്ഷെ ഞാൻ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടി എളുപ്പത്തിന് പറഞ്ഞു തരണം. സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോബ്ലം ഈവൻ ആണോ ഓടാണോ എന്നുള്ളത് ഞാൻ പ്രത്യേകം പഠിപ്പിച്ച് തരാം. ഓക്കെ, ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞോട്ടെ, മോഡ് സൈൻ എക്സ് ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ആരും 0 ആവും, bn ഈക്വൽ ടു 0 ആവും. a0 to an മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ഒരു മാർക്ക് നമുക്കിവിടെ കിട്ടി, bn ഈക്വൽ ടു 0, f of x ഈക്വൽ ടു mod sin x ഈസ് ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. bn ഈക്വൽ ടു 0 എന്ന് പറഞ്ഞപ്പോൾ ഒരു മാർക്ക് കിട്ടി. ഇനി എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ mod sin x-നെ എനിക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയാൻ പോകുന്നത്. mod sin x-ന് നേരത്തെ പോലെ -sin x എന്നും sin x എന്നും എഴുതിയാൽ മതിയല്ലോ, mod x-ൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തേ എന്ന് ചിന്തിക്കരുത്. അങ്ങനെ എഴുതാനൊരു കാരണമുണ്ട്. അപ്പോൾ അതൊന്ന് പറഞ്ഞു തരട്ടെ ആദ്യം. ഇത് നിങ്ങളുടെ എക്സ് ആക്സിസും y axis. Okay, x varies from -π to π. sin 0 ഇതിൻ്റെ നടുക്കുള്ള വാല്യൂ ആണ്, ഇതാണ് 0. ഇനി ഒരു കാര്യം ചോദിക്കുവാണ്, sin 0 എന്തുവാണ്? 0 ആണ്. അപ്പം sin x എന്ന് പറയുമ്പോൾ sin 0 ആകുമ്പോഴേക്ക് 0. sin π/2 എന്താവും നിങ്ങളെ? sin π/2 1 ആണ്. sin π എന്താ? 0. ഇത് നമുക്ക് ആദ്യമേ അറിയുന്ന കാര്യമാണ്. sin nπ 0 ആണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമല്ലേ. അപ്പം ഇത്രയും നമുക്ക് അറിയുന്ന കാര്യം നമ്മളിത് എഴുതി വെച്ചു. അപ്പം എൻ്റെ അർത്ഥം sin 0 0 ആണ്. sin π/2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ പറയണില്ലല്ലോ, പക്ഷെ ഞാൻ അത് പറഞ്ഞു തന്നതാണ്. sin π/2 ആണ് 1. 0ക്ക് പൈക്ക് ഇടയ്ക്കുള്ള പോയിന്റാണ് π/2. അപ്പോൾ ആ ഫിഗർ എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇത് സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാർട്ടറിലാണ് നിൽക്കുന്നത്. ഇവിടെ പോസിറ്റീവ് സൈൻ, എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യം. ഇനി നോക്കിക്കേ, sin 0 0 തന്നെയാണ്. ബട്ട് sin π/2 പകരം സൈൻ ഓഫ് -π/2 എന്താവും നിങ്ങളെ? സൈൻ ഓഫ് -π/2 എന്ന് പറഞ്ഞാൽ -sin π/2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -1. അതായത് ഈ സൈൻ ഓഫ് -π/2 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പം അത് -1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പം -1 എന്ന് പറയുമ്പോൾ നിങ്ങോട്ട് താഴോട്ട് വരച്ചാൽ -1. ഇതിപ്പോൾ 1 ആയിരുന്നുവെങ്കിൽ -1 ഇവിടെയല്ലേ വരിക, ഇവിടെയാണ് -1 വേണം. ഇതാണ് 1 എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം -π/2 എത്തിയപ്പം -1. അതുപോലെ സൈൻ ഓഫ് -π എന്തായിരിക്കും? സൈൻ ഓഫ് -π ഇസ് ഈക്വൽ ടു -sin π വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പം -πയിലെത്തുമ്പോൾ സൈൻ -π എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം ആ ഫിഗർ ഇങ്ങനെയാണ് പോണേ. ഓക്കെ, കുറച്ചിങ്ങനെ ഭംഗിയായിട്ട് വന്നില്ല, പക്ഷെ കാര്യം മനസ്സിലായല്ലോ. ഇവിടത്തെ അത്ര വലിപ്പം ഇവിടെയില്ല, അത് ഞാൻ വരച്ചതിൻ്റെ കുളമാണ്. ഇവിടെ എന്തുവാണ്? -π മുതൽ 0 വരെ സൈൻ്റെ വാല്യൂ നെഗറ്റീവാണ്, എന്നാൽ 0 to π വരെ സൈൻ്റെ വാല്യൂ പോസിറ്റീവാണ്. ഇത് തന്നെയല്ലേ നമ്മൾ ആദ്യം പറഞ്ഞേ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അത് വെറുതെ എഴുതുന്നതല്ല, ഈ ഗ്രാഫ് വെച്ചിട്ടാണ് നമുക്കത് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് f of x is equal to mod sin x എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം എങ്ങനെയാണ് ശരിക്കും വരുന്നത്? -π മുതൽ 0 വരെ, -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ ഇൻ്റർവെല്ലിൽ -π ലെസ് ദാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ -π ലെസ് ദാൻ ഇട്ടത്. എന്നാൽ 0 എന്ന് പറയുന്നത് ഈ ഇൻ്റർവെല്ലിനകത്തുള്ള പോയിൻ്റാണ്, അതുകൊണ്ട് അതിനകത്തുള്ള ആളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ mod sin x is equal to -π മുതൽ 0 വരെ അത് -sin x ആണ്, നെഗറ്റീവാണ്. എന്നാൽ 0 മുതൽ π വരെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ π വരെ mod sin x-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് sin x ആണ്. ഓക്കെ,
അതായത് നമ്മളൊരു ലൈൻ വരച്ചാൽ -π മുതൽ π വരെ എടുക്കുമ്പം നടുക്കുള്ള പോയിന്റാണ് 0. 0 മുതൽ π വരെ അത് sin എക്സും -π മുതൽ 0 വരെ -sin എക്സും. അതാണ് എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ മീനിങ്. അത് നമ്മളൊന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇനി ഇതെന്ത് ഫംഗ്ഷനാണ്? ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ നമുക്ക് a0 ഫൈൻഡ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? 2/m × ഇൻ്റഗ്രൽ 0 to m f of x dx. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ m എന്താ കുഞ്ഞുങ്ങളെ? m എന്ന് പറയുന്ന പൈ ആണ്. അപ്പോൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2/π × ഇൻ്റഗ്രൽ 0 to π f of x dx. നോക്കിക്കേ, 0 to πക്കകത്ത് f of x എന്തുവാണ്? sin x ആണോ sin x ആണോ? 0 to πക്കകത്ത് f of x എന്ന് പറഞ്ഞാൽ sin x ആണ്. ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, അല്ലാതെ ഗ്രാഫ് നോക്കുമ്പോഴും അറിയാം. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 2/π × ഇൻ്റഗ്രൽ 0 to π sin x dx. സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്താ? -cos x. അപ്പോൾ 2/π × സൈനിൻ്റെ ഇൻ്റഗ്രൽ -cos x, ലിമിറ്റ് ഈസ് ഫ്രം 0 to π. ആ മൈനസ് സൈൻ ഞാൻ അങ്ങ് പുറത്തേക്ക് ഇടുവാണേ. -2/π × അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം cos π മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം cos 0. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. cos π എന്ന് പറഞ്ഞാൽ -1 ആണ്. ഈ -1ഉം -1ഉം കൂടെ എന്താവും? -2. -2 × ഈ -2 എന്താ? +4 ആവും. സോ ദിസ് ഈസ് ഈക്വൽ ടു 4/π എന്ന് വരും. അപ്പം a0 ഇസ് ഈക്വൽ ടു 4/π എന്നുള്ളതാണ് ആൻസർ. അയാളെ ഞാനൊരു ബോക്സിനകത്താക്കി നിർത്തി, കാരണം എനിക്കിതിന് a0-നകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. ഇതിനകത്ത് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? an ഫൈൻഡ് ചെയ്യാം അല്ലേ? an-ൻ്റെ ഫോർമുല എന്താ കുഞ്ഞുങ്ങളെ? an ഇസ് ഈക്വൽ ടു 2/m × ഇൻ്റഗ്രൽ 0 to m f of x × cos nπ/mx dx. ഓക്കെ, an-ൻ്റെ ഫോർമുല ഇവിടെ എഴുതി വെച്ചു. ഇനി an-ൽ m എന്ന് പറയുന്നത് എന്തെന്ന് നമ്മളിവിടെ പീരീഡ് എഴുതിയിരിക്കുന്ന പീരീഡ് m ഇസ് ഈക്വൽ ടു π എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2/π × ഇൻ്റഗ്രൽ 0 to π f of x × cos nπ/π ക്യാൻസലായി പോകുമ്പോൾ ബാക്കി എന്താ ഉള്ളത്? cos nx dx എന്ന് വന്നു. ഇനി 0 to πക്കകത്ത് f of x-ൻ്റെ വാല്യൂ എന്തുവാണ്? f of x ഇസ് ഈക്വൽ ടു, നമ്മൾ തൊട്ട് മുമ്പേ ഫിഗറിൽ പറഞ്ഞതാണ്, f of x ഇസ് ഈക്വൽ ടു എന്തുവാണ്? 0 to πക്കകത്ത് f of x-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് sin x ആയിരുന്നു. f of x is equal to sin x. 0 to πക്കകത്ത് f of x-ൻ്റെ വാല്യൂ sin x എന്നല്ല എഴുതിയിരിക്കുന്നത്. സോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2/π × ഇൻ്റഗ്രൽ 0 to π sin x × cos nx dx. നമ്മളെ എക്സ് സൈൻ എക്സും എക്സ് കോസ് എക്സും ഒക്കെ ചെയ്ത് ഓർക്കണുണ്ടോ? അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ട്രിഗണോമെട്രി വരികയാണെങ്കിൽ, പ്രോഡക്റ്റ് വരികയാണ്, അതിലൊരാൾക്ക് n ഉണ്ടെങ്കിൽ n ഉള്ള ആളെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കാൻ പറഞ്ഞില്ലേ? അതെന്തിനാ? നമുക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് n-1 എന്നുള്ള ഫോമിൽ വരും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ 1 - n എന്നുള്ള ഫോമിൽ വരും. രണ്ട് രീതിയിൽ ചെയ്താലും കറക്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് പ്രോബ്ലം ചെയ്യാൻ ഈസി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്? n ഉള്ള ചേട്ടനെ അങ്ങ് ആദ്യം നിർത്തുകയെന്ന്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മളിത് എന്താണെന്ന് ആലോചിക്കത്തുള്ളൂ. ദിസ് ഈക്വൽ ടു 2/π × ഇൻ്റഗ്രൽ 0 to π cos nx × sin x dx. ഓക്കെ, cos a sin b എന്ന് പറഞ്ഞാൽ എന്തുവാണ്? cos a sin b is equal to sin a plus b minus sin a minus b. അത് മറന്നു പോരുത്. cos a plus b is equal to cos a plus b is equal to cos a sin b is equal to 1/2 × sin a plus b minus sin a minus b. ഈ ഫോമുല ഞാൻ ആദ്യത്തെ പ്രാവശ്യം എഴുതാൻ തെറ്റിച്ച ഫോമുലയാണ്. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ നോക്കിക്കൊള്ളണം. cos a sin b is equal to 1/2 × cos a plus b minus 1/2 × sin a plus b minus sin a minus b. എൻ്റെ ശ്രദ്ധ ഇടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ആ മിസ്റ്റേക്ക് വരുത്തുന്നത്. ഓക്കെ, അപ്പം cos a sin b പോലെയാണ് ഇവിടുത്തെ nx ആണ് എൻ്റെ a എന്ന് പറയുന്നത്, x ആണ് എൻ്റെ b എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോമുല ഞാൻ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു 1/2 വരത്തില്ലേ? ആ 1/2 ഞാൻ ഫ്രണ്ടിൽ എഴുതാണ്. സോ 2/π × 1/2 ഇൻ്റഗ്രൽ 0 to π sin a plus b എന്ന് പറയുമ്പോഴേക്കും nx plus x, അതാണ് n+1 × x എന്ന് എഴുതാം. സോ അതിന് ഞാൻ sin n+1 × x എന്ന് എഴുതി. അടുത്ത മൈനസ് ഓഫ് nx minus x, a minus b എന്ന് പറഞ്ഞാൽ nx minus x which is equal to n-1 × x. ഇങ്ങനെ ആദ്യം n എടുക്കാത്ത ആൾക്കാർക്ക് ഇത് 1 + n എന്നും 1 - n എന്നും വരും. അത് മിസ്റ്റേക്ക് അല്ല കേട്ടോ, അത് കറക്റ്റ് തന്നെയാണ്. അങ്ങനെ എടുത്താൽ നമുക്ക് ലാസ്റ്റ് ആൻസർ കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. അപ്പം sin n+1 x മൈനസ് ഓഫ് sin n-1 x എന്ന് എഴുതി. ഇനി നമുക്കിത് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതിയല്ലോ. ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഒന്നും വേണ്ട, കാരണം എക്സ് ഒന്നും ഫ്രണ്ടിലില്ല. സോ ബെർണോളിസ് ഫോമുല ഇൻറ്റഗ്രേറ്റിംഗ് ബൈ പാർട്സോ ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ 2 അങ്ങ് ക്യാൻസലായേ. സോ ദിസ് ഈക്വൽ ടു 1/π × സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്തുവാണ്? -cos
n plus 1 x by n plus 1. ഇവിടെ n വരെ n plus 1 അതുകൊണ്ടാണ് n plus 1 എഴുതിയത്. പിന്നെ നമുക്കറിയാം ഇൻ്റഗ്രൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് കോസ് എക്സ് ആണ്. അപ്പോൾ അതാണ് മൈനസ് സൈൻ തന്നെ. അപ്പോൾ അതുപോലെ സൈൻ n മൈനസ് വണ്ണിൻ്റെ ഇൻ്റഗ്രൽ എന്താ മൈനസ് കോസ് n മൈനസ് വൺ എന്നല്ലേ വരിക. ആ നെഗറ്റീവ് സൈനും ഈ നെഗറ്റീവും കൂടെ ഞാൻ അങ്ങ് പ്ലസ് എന്നാക്കിക്കോട്ടെ. കോസ് n minus 1 x by n minus 1. Limit is from 0 to pi. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അടുത്ത ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണേ. ഈ പ്രോബ്ലത്തിനകത്ത് ഞാൻ ഡയറക്റ്റായിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഞാൻ പറയണുള്ളൂ വാല്യൂ എന്തുവാന്നുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഒരു വലിയ ബ്രാക്കറ്റ് എഴുതി. അടുത്ത ബ്രാക്കറ്റിനകത്ത് എന്ത് ചെയ്യണം, അപ്പർ ലിമിറ്റ് കൊടുക്കുവാണ്. അപ്പം മൈനസ് ഓഫ് കോസ് n plus 1 pi n plus 1 പ്ലസ് കോസ് n minus 1 pi by n minus 1. അപ്പർ ലിമിറ്റ് കഴിഞ്ഞ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കോസ് 0 1 ആണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ അത് നമുക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസ് 0 is equal to 1. അപ്പോൾ ഇവിടെ എക്സിന് 0 വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടിടത്തും കോസ് 0 വരും എന്നല്ലേ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോഴേ മൈനസ് 1 by n plus 1. കോസ് 0 1 ആയതുകൊണ്ടാണ് അങ്ങനെ 1 എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തതിൽ പ്ലസ് കോസ് 0 എന്ന് പറയുമ്പോൾ 1. സോ പ്ലസ് 1 by n minus 1. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. ഇനി കോസ് n പൈ എന്താണെന്നറിയാം. കോസ് n പൈ എന്ന് പറഞ്ഞാൽ -1 the whole power n ആണെന്നറിയാം. ഇവിടെ n-ന് പകരം n plus 1 ആവുള്ള. n വരെ n plus 1 വരുമ്പോൾ ഇത് എന്ത് വരും, cos of n plus 1 pi is equal to -1 the whole power n plus 1. സോ ഈ n plus 1 പൈക്ക് വരെ ഞാൻ ഇവിടെ -1 the whole power n plus 1 എന്ന് എഴുതുവാണ്. അപ്പോൾ cos of n minus 1 pi എന്തുവാണ്, which is equal to -1 the whole power n minus 1. സോ ഇതിന് ഞാൻ -1 the whole power n minus 1 എന്ന് എഴുതി. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് -1 the whole power n plus 1 -1 the whole power n minus 1 സെയിം ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ എക്സ് കോസ് എക്സിൻ്റെ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, -1 the whole power n plus 1 -1 the whole power n minus 1 സെയിം ആണ്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നെ, -1 the whole power n plus 1 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -1 the whole power n ഇൻറ്റു -1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് മൈനസ് ഓഫ് -1 the whole power n ആണ്. അതേപോലെ -1 the whole power n minus 1 സ്പ്ലിറ്റ് ചെയ്താൽ -1 the whole power n ഇൻറ്റു -1 the whole raised to -1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 the whole raised to -1 എന്ന് പറഞ്ഞാൽ 1/-1. അത് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ അതും -1 the whole power n ആണ്. -1 the whole power -1 എന്ന് പറഞ്ഞാൽ 1/-1 എന്നല്ലേ അർത്ഥം. 1/-1 എന്ന് പറഞ്ഞാൽ എന്താ -1 എന്നല്ലേ. അതാണ് ഞാൻ ഈ പറഞ്ഞത്. കാരണം ഞാൻ സ്പീഡിൽ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാതിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എഴുതി കാണിച്ചത്. പിന്നെ എക്സ് കോസ് എക്സ് എന്നുള്ള പ്രോബ്ലത്തിൽ അത് പറഞ്ഞു എന്നുള്ള ധൈര്യം കൂടെ കൊണ്ടാണ് ആ ഒരു സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോയത്. അപ്പോൾ ഈ രണ്ട് പേരുടെയും വാല്യൂ ഒന്നാണ്. സോ അടുത്ത സ്റ്റെപ്പിലെ 1/π ഇൻറ്റു നോക്കിക്കേ മൈനസ് ഓഫ്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. -1 the whole power n ഒരു മൈനസ് വരത്തില്ല. -1 the whole power n എന്ന് പറയുമ്പം അത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതട്ടെ, -1 the whole power -1 by n plus 1 എന്ന് എഴുതി. അടുത്ത പ്ലസ് -1 the whole power n by n minus 1. ഓക്കെ, ഇനി അടുത്തത് ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ ഈ മൈനസ് എന്ന് പറയുന്നത് +1 by n plus 1 ഇതാണെങ്കിൽ -1 by n minus 1 എന്ന് വന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, നമുക്കിനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണ്ടേ. ഇതെങ്ങനെ ഇനി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ടേമിനകത്ത് നിന്നും ഞാൻ 1/π പുറത്ത് കിടപ്പുണ്ട്, അതങ്ങനെ കിടന്നോട്ടെ. 1/π ഇൻറ്റു -1 the whole power n പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ -1 the whole power n പുറത്തേക്ക് എടുത്തപ്പം ബ്രാക്കറ്റിനകത്ത് അതെങ്ങനെ വരുന്നുണ്ട്, മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ 1/n plus 1 -1/n minus 1 എന്ന് വന്നു. ഈ രണ്ട് ടേമിൽ നിന്നാണ് -1 the whole power n ഞാൻ പുറത്തേക്ക് എടുത്തത്. അതേപോലെ ഇവിടെ രണ്ട് ടേമിൽ നിന്നാണെങ്കിലോ പ്ലസ് ആ രണ്ട് ടേമിനെ നമുക്ക് 1/n plus 1 -1/n minus 1 എന്ന് എഴുതി. അത് വേറൊന്നുമല്ല, ഈ രണ്ട് ടേമിനെ അതേപോലെ തന്നെ ഒരു ബ്രാക്കറ്റിനകത്ത് എഴുതി. ആദ്യത്തെ രണ്ട് ടേമിൽ നിന്നും ഞാൻ -1 the whole power n പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പം ഇവിടെ ഒരു മൈനസും പുറത്തൊരു മൈനസ് ഉണ്ടായിരുന്നതാണ് ആ പ്ലസ് ആവാൻ കാരണം. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ള ആളെ ഞാൻ പുറത്തെടുത്തില്ല, അതങ്ങനെ തന്നെയുണ്ട്. ഇപ്പം നോക്കിക്കേ, ഈ രണ്ട് ബ്രാക്കറ്റിൽ കിടക്കുന്ന ചേട്ടന്മാർ ഒരേ ആൾക്കാരല്ലേ. അപ്പോൾ അത് രണ്ടിനെയും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ അതെങ്ങനെ വരും, 1/π ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 1/n plus 1 -1/n minus 1 പുറത്തേക്ക് ഈ രണ്ട് ചേട്ടന്മാരെയും പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞ്. അപ്പോൾ ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ ബാക്കി ഇവിടെ ആരുണ്ട്, -1 the whole power n ഉണ്ട്. ഇനി ഇവിടുന്ന് ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ബാക്കിയുള്ളത് +1 ഉണ്ട്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ഇവിടെ നമുക്ക് LCM എടുക്കുവാണെങ്കിൽ ഇത് 1/π ഇൻറ്റു ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് n plus 1 ഇൻറ്റു n minus 1 എന്ന് വരും. ഈ n minus 1 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ n minus 1, ഈ n plus 1 ഈ മൈനസ് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ ഇത് -n plus 1 എന്ന് വരും ഇൻറ്റു
ബ്രാക്കറ്റിനകത്ത് -1 the whole power n plus 1. അടുത്ത് ആ സ്റ്റെപ്പ് നമുക്ക് കണ്ടാൽ മാത്രമല്ല അടുത്തത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സൈഡിൽ ആ സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചു തരാം. നോക്കിക്കേ, ഈ സ്റ്റെപ്പ് നോക്കിയിട്ട് നമുക്ക് പുറത്തോട്ട് എഴുതാം. ഇവിടെയാണെങ്കിൽ ഇത് ഈക്വൽ ടു 1/π ഇൻറ്റു ഇവിടെ നോക്കിക്കൊള്ളേ, n-1 മൈനസ് അകത്തേക്ക് പോകുമ്പോൾ -n-1 എന്നും വരും അല്ലേ. n-1 മൈനസ് അകത്തേക്ക് പോകുമ്പോൾ -n-1 the whole by ഡിനോമിനേറ്ററിൽ n+1 ഇൻറ്റു n-1നെ a+b ഇൻറ്റു a - b a² - b² എന്ന് എഴുതുമ്പോൾ എഴുതുവാണെങ്കിൽ ഇത് n² - 1 എന്ന് എഴുതി. a² - b² എന്നുള്ള ഫോമുല യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ബ്രാക്കറ്റിൻ്റെ പുറത്ത് -1 the whole power n plus 1 എന്ന് എഴുതി. ഇനി നോക്കിക്കേ കുഞ്ഞുങ്ങളെ, എന്നും -n രണ്ട് ഓപ്പോസിറ്റ് സൈനാണ്. സോ അതങ്ങ് ക്യാൻസൽ ആയി പോകും. -1 -1 കൂടെ എന്താ വേണം, -2 ആണ്. സോ ദിസ് ഈക്വൽ ടു -2/π ഇൻറ്റു n² - 1. ഇനി ന്യൂമറേറ്റർ ഒരാളൂടെ ഉണ്ട്, -1 the whole power n plus 1. ചിലപ്പോൾ വേണമെങ്കിൽ മൈനസ് അകത്ത് കൊടുത്തിട്ട് ഇവിടെ -1 റൈസ് ടു n plus 1 എന്നും ഇവിടെ -1 എന്നും ആ തരത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കാം. അതും കറക്റ്റ് തന്നെയാണ്. മൈനസ് കോമൺ ആയിട്ട് എടുത്താലും ഇങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് വേറൊന്നുമില്ല, ചില ടെക്സ്റ്റ് ബുക്കിനകത്തെ ഈ മൈനസ് അകത്തേക്ക് കൊടുത്തിട്ട് 2/π ഇൻറ്റു n² - 1 -1 the whole റൈസ് ടു n plus 1 -1 എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് വേറൊന്നുമല്ല, ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ -1 റൈസ് ടു n എന്ന് വരികയല്ലേ. ആ മൈനസിൻ്റെ പവർ 1 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് -1 റൈസ് ടു n plus 1. ഇതൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട, മനസ്സിലായില്ലെങ്കിൽ നമ്മളിവിടെ ഇപ്പോൾ ആൻസർ കിട്ടി. ഇതിപ്പോൾ എനിക്ക് എന്താ കിട്ടിയത്, an കിട്ടിയത്. പക്ഷേ ഞാൻ x sin x പ്രോബ്ലം പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ കുഞ്ഞുങ്ങളടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. an-o bn-o ഫൈൻഡ് ചെയ്യുമ്പം ഡിനോമിനേറ്ററിൽ n² - 1 അല്ലെങ്കിൽ 1 - n² എന്ന് വരികയാണെങ്കിൽ അവിടെ എന്ത് എഴുതണം, n not equal to 1 എന്ന് സൈഡിൽ എഴുതിയിട്ട് എന്ത് ഫൈൻഡ് ചെയ്യണം, n equal to 1 ഫൈൻഡ് ചെയ്യണം. ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് വന്നു, അതുകൊണ്ട് കൺഫ്യൂഷൻ അങ്ങ് പോയി ഒന്നുകൂടെ പറയുവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് an-o bn-o ഫൈൻഡ് ചെയ്യുമ്പം ഡിനോമിനേറ്ററിൽ n² - 1 അല്ലെങ്കിൽ 1 - n² വന്നാൽ എന്ത് എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട്, n not equal to 1 എഴുതണം. എന്നിട്ട് a1-ഉം b1-ഉം ഫൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അത് x sin x പ്രോബ്ലത്തിൽ അത് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതേപോലെ x cos x-ലും വരും. എന്നിട്ട് ഞാൻ ഈവൻ ഓഡ് ഫംഗ്ഷനിൽ x sin x-ഉം x cos x-ഉം ചെയ്തപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, ഈവൻ ഓഡ് ഫംഗ്ഷൻ ആണ് എങ്കിൽ അവിടെ an-o bn-o ഫൈൻഡ് ചെയ്യുമ്പം എന്ത് ചെയ്യേണ്ട, a1-ഉം b1-ഉം ഫൈൻഡ് ചെയ്യേണ്ട, ഏതാണോ ഫൈൻഡ് ചെയ്യണം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആളെ മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. കാരണം ഇവിടെ bn 0 ആണ്, b1 ഫൈൻഡ് ചെയ്താൽ അത് 0 ആയിപ്പോൾ. അതുകൊണ്ട് ഇവിടെ b1 ഫൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. an ഫൈൻഡ് ചെയ്തു, ഇതേപോലെ കണ്ടീഷൻ വന്നാൽ എന്തുകൂടെ ഫൈൻഡ് ചെയ്താൽ മതി, a1 ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, a1 is equal to നിങ്ങളുടെ an ഫൈൻഡ് ചെയ്യേണ്ട ഫോമിൽ എന്ത് വന്നതല്ലേ, 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π f(x) ഇൻറ്റു cos nx dx. എന്നിൻ്റെ സ്ഥാനത്ത് 1 വരുമ്പം ഈ ഫോമിൽ എങ്ങനെയായി മാറും, 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π f(x) ഇൻറ്റു cos nx. n equal to 1 ആവുമ്പം അത് cos x dx എന്നാവും. ഓക്കെ, ഇനി f(x) എന്തായിരുന്നു കുഞ്ഞുങ്ങൾ, f(x) equal to sin x ആയിരുന്നു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ദിസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π f(x) എന്ന് പറഞ്ഞാൽ sin x ഇൻറ്റു cos x dx. ഓക്കെ, നമുക്കറിയാം സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 sin θ cos θ is equal to sin 2θ എന്നെ കുഞ്ഞുങ്ങൾക്ക് അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇവിടെ sin x-ഉം cos x ഉണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്കിവിടെ എന്ത് ചെയ്താം, ദിസ് ഈക്വൽ ടു 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π sin 2x/2. എവിടെ നിന്നാണ് 2 വന്നത്, ഇവിടെ 2 sin θ cos θ ആണ്, sin 2θ. ഇപ്പോൾ എൻ്റെ ഈ ഫോമിലേക്കകത്ത് 2 ഇല്ലായിരുന്നുകൊണ്ടാണ് ഞാൻ /2 ഇട്ടത് dx. ഓക്കെ, 2 ക്യാൻസലായി. അപ്പോൾ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π sin 2x dx എന്നാണ് വന്നത്. ഇനി അയാളെ നമുക്കങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. sin 2x-ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, 1/π ഇൻറ്റു സൈനിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ -cos 2x/2. ലിമിറ്റ് ഈസ് ഫ്രം 0 to π. -cos 2x/2 ലിമിറ്റ് ഈസ് ഫ്രം 0 to π. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്യുവാണേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഈ 2-നെ അങ്ങ് പുറത്തേക്ക് എടുത്തു വിട്ടത്. അത് ഈക്വൽ ടു 1/2π. അപ്പർ ലിമിറ്റ് ആ മൈനസ് സൈനിനെയും കൂടെ ഞാൻ അങ്ങ് പുറത്തിട്ടു. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്ന അയാളെ അങ്ങ് പുറത്തേക്ക് എടുത്തു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം cos 2π മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് cos 0. cos 0 എന്താ കുട്ടികളെ, 1 ആണ്. cos 2π എന്ന് പറഞ്ഞാൽ 1 ആണ്. cos nπയിൽ n എന്ന് പറയുന്ന ഓഡ് നമ്പർ വരുമ്പോഴാണ് വാല്യൂ -1 ആണ്. എൻ്റെ വാല്യൂ ഈവൻ നമ്പർ ആണെങ്കിൽ കോസിൻ്റെ ആൻസർ 1 ആയിരിക്കും. ഇത് cos 2π cos 4π cos 6π എന്നൊക്കെ പറഞ്ഞാൽ 1 ആണ്. എന്നാൽ cos π cos 3π cos 5π എന്നൊക്കെ പറഞ്ഞാൽ അത് -1 ആണ്. അപ്പോൾ ഇനി നോക്കിക്കേ, 1 - 1 എന്തായി, 0 ആയി. അപ്പോൾ a1 ഈക്വൽ ടു
എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഫൊറിയർ സീരീസിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? a0/2 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an ഇൻറ്റു കോസ് n പൈ ബൈ എം എക്സ് എന്നാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചേക്കുന്നത് ജനറൽ ഫോർമുല. ഇവിടെ പക്ഷേ നമുക്ക് എന്തുണ്ട്? നമ്മൾ n not equal to 1 എന്ന് പറഞ്ഞ് a1 ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഫോർമുല ആയിട്ട് എഴുതുമ്പം a0/2 n ഈക്വൽ ടു 1 ആവുന്ന കേസിൽ ഈ ഫോർമുല എങ്ങനെ വരും? a1 ഇൻറ്റു കോസ് എക്സ് എന്ന് വരും. എമ്മിൻ്റെ സ്ഥാനത്ത് പൈ, അപ്പോൾ പൈ ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി കോസ് എൻ എക്സ്, n ഈക്വൽ ടു 1 ആകുമ്പോൾ അതാണ് കോസ് എക്സ് എന്ന് വന്നത്. പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആണോ? അല്ല, അതിൻ്റെ കുഞ്ഞുങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. n ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി an ഇൻറ്റു കോസ് എൻ എക്സ്. എമ്മിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? പൈ വരുമ്പോൾ ഈ പൈ ക്യാൻസൽ ആയിട്ട് ബാക്കി കോസ് എൻ എക്സേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഫോർമുല ഇങ്ങനെ വന്നത്. ഇനി നമുക്ക് ആൾക്കാരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a0 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് എന്താണ്? 4/π. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4/π ദ ഹോൾ ബൈ 2. അപ്പോൾ വേണമെങ്കിൽ ഇന്നെ റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ 1/2, 2ഉം 4ഉം പോയിട്ട് ബാക്കി ഇവിടെ 2/π എന്ന് വരുവേ. പ്ലസ് a1 എന്ന് പറയുന്നത് എന്തായി? 0 എന്നായി. പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 2 ടു ഇൻഫിനിറ്റി എന്നുള്ളത്. minus 2/π into n square minus 1 into minus 1 the whole power n plus 1 into cos nx. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൊറിയർ സീരീസ് കംപ്ലീറ്റ് ആയി. ഇത് നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് 7 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. ഇതേപോലെ ഇനി ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, മോഡ് കോസ് എക്സ്. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സിലബസ് വന്നതിന് ശേഷം ചോദിച്ചിട്ടില്ല, പക്ഷേ 2019 സിലബസിനകത്ത് മോഡ് സൈൻ എക്സ് ഉറപ്പായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത് മോഡ് കോസ് എക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് പോകാം.